ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2112. ഇന്ന് ഒക്ടോബർ മാസം 12-ാം തീയതി, ഈ ആണ്ടിലെ 285-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായറാണ്. അതുകൊണ്ടാവും ഈ പുലരിയിലും എല്ലാവരും കുറച്ചുകൂടി ഉത്സാഹത്തിലാണ്. ഒരു പള്ളി ഓർമ്മയിലാണ് ഓരോരുത്തരും ഉണരുന്നത്. ജീവിതത്തിന്റെ ശീലവും ഭാഗവുമാണ് അത് അങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുമാണ്. വിശുദ്ധ ബലിയിൽ സംബന്ധിപ്പാനുള്ള, ബലിയുടെ ഭാഗമാകാനുള്ള, അർപ്പിക്കുന്നവരും അനുഭവിക്കുന്നവരും സംബന്ധിക്കുന്നവരും എല്ലാവരും ഒരുപോലെ എവിടെല്ലാമോ ഒരുങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം അന്ത്യത്താഴത്തെക്കുറിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയ വിവരണം. അത്താഴത്തിന് ഇടയിൽ അവൻ എഴുന്നേറ്റ് പുറങ്കുപ്പായമൊന്ന് ഊരിവെച്ച് ഒരു തുവാലിയെടുത്ത് അരയിൽ ചുറ്റിയത്രേ. അത്താഴത്തിന്റെ ഇടയിൽ അത്താഴത്തെക്കുറിച്ച് അധികമൊന്നും മിണ്ടാനായിട്ട്, വിശദീകരിക്കാനായിട്ട് കർത്താവിനെ ഏറ്റവും സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹ മുതിരുന്നില്ല. അത് ഏറ്റവും വൈകി എഴുതപ്പെട്ട സുവിശേഷം യോഹന്നാൻ ശ്ലീഹയുടേതാണ്. അതുകൊണ്ട് തന്നെ അത് കുറെ കൂടി ഡെവലപ്ഡ് വേർഷനാണ്, അല്ലെ? കുറെ കൂടി വികസിച്ച, കുറെ കൂടി പൂർണ്ണമായ ഒരു അവതരണവും രൂപവും ഒക്കെയാണ്. തിരുവത്താഴത്തെക്കുറിച്ച്, ആ വലിയ ദിവ്യമായ ബലിയെക്കുറിച്ച് ഏതൊരാൾക്കും നല്ല ധാരണ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ പടരുന്നുമുണ്ട്. അതുകൊണ്ടാവും അതേക്കുറിച്ച് അധികമൊന്നും പറയാതെ ഈ അരക്കച്ച കെട്ടി ഒരു താലത്തിൽ വെള്ളമെടുത്ത് ഒപ്പമുള്ള ശിഷ്യന്മാരുടെ പാദത്തെങ്കിൽ കുനിഞ്ഞിരുന്ന് അവരുടെ പാദം കഴുകിയതിനെ കുറിച്ച് കാര്യമായി പറയാൻ ശ്രമിക്കുന്നത്. ഒരു ബലിയിലേക്ക് പോകും മുമ്പ് നമ്മളിങ്ങനെ പൊറുക്കണം, ക്ഷമിക്കണം എന്നതിനേക്കാളും അപ്പുറത്ത് കുറേയൊക്കെ ഒരു വിനയമുള്ള മനുഷ്യരായിട്ട് ഒന്ന് മാറാൻ പറ്റുമോ? കുറെ കൂടി അവനവനെ ഒന്ന് ചെറുതാക്കി തീർക്കാൻ പറ്റുമോ? ചെറുതെന്ന് അവനവനെ ഒന്ന് കാണാനും ഗണിക്കാനും എണ്ണാനും പറ്റുമോ? 13-ാം അധ്യായം ആരംഭിക്കുന്നത് പോലും താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്ന് അറിഞ്ഞെന്നാണ്. അതുകൊണ്ട് ലോകത്തിൽ തനിക്കുള്ളവരെ അവൻ മുറുക്കെ പിടിക്കുകയാണ്, ഏറെ ആർത്തിയോടെ സ്നേഹിക്കുകയാണ്, അവസാനത്തോളം സ്നേഹിക്കുകയാണ്. ഈ ഒരു സ്നേഹമോ ഈ ഒരു വിനയമോ എന്നാണ് ബലിക്ക് പോകുമ്പോഴും ബലി കഴിഞ്ഞ് മടങ്ങുമ്പോഴും നമ്മളിൽ ഉണ്ടാവുക. പ്രാർത്ഥനയോടെ, ആകുലതയോടെ. ആമേൻ.